ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കമൻറ്റും കൂടെ തന്നെ ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുക. പുതുതായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പുട്ടും മീൻകറിയാണ് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കി തേങ്ങയൊക്കെ ചിരകി പുട്ടും പാനിയിൽ വെള്ളമൊക്കെ വെച്ച് അങ്ങനെ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ട് ചുട്ടെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. മീൻ കറി എന്ന് പറഞ്ഞാൽ തലയും വാലൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ കാക്കു ചൂരമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് തലയും വാലും നമ്മളെപ്പോഴും കറിയായിട്ട് വെക്കുക, പൊരിക്കെടുക്കില്ല. ബാക്കി ഭാഗങ്ങൾ ഉടലും പൊരിക്കും. അങ്ങനെ അതിനൊക്കെ മസാല തേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. തലയും വാലൊക്കെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാട്ടോ തറവാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ കുറച്ച് മുരിങ്ങ ഒടിച്ചതാട്ടോ. അപ്പോൾ നമുക്ക് മീൻ പൊരിക്കാണ്ടല്ലോ. അപ്പോൾ മീൻ പൊരിച്ചതും മുരിങ്ങയും നല്ല കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങ ഒടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി വന്നാട്ടോ, കുടിവെള്ളം. അപ്പോൾ കുടിവെള്ളത്തിനായിട്ട് എന്നും ഇവിടുന്ന് ഒരു കുടം വെള്ളമാട്ടോ കൊണ്ടുപോവുക. ഇത് പഞ്ചായത്തിൻ്റെ വെള്ളമാണ് കേട്ടോ, നല്ല വെള്ളമാണ്. അപ്പോൾ കുടിക്കാനും ഒരു കുടം ഇവിടുന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഈ നേരം ആയാൽ വെള്ളം പിന്നെ ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും വെള്ളം നിൽക്കും. അപ്പോൾ വേഗം ഒരു കുടം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ കാക്കൂന് അപ്പത്തിന് മുരിങ്ങയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് മുരിങ്ങയും എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഞങ്ങൾ വെയിലത്ത് അങ്ങനെ കുറേ ദിവസമായി വെയിൽ കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെയിലും കൊള്ളാൻ വെച്ചിട്ട് പോയതാണ്. അങ്ങനെ മുരിങ്ങി വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ കാക്കൊപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മതിലും ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് എന്താണെന്ന് പറയുക, അറിയുന്നവരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു കറുവത്ത് ഇറക്കാൻ വേണ്ടി പോട്ടോ. അപ്പോൾ അവിടുത്തെ അപ്പുറത്തെ തൊടുവിലൊരു കറുവത്ത് മരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ചെറിയൊരു കറുവത്തുണ്ട്. അത് നമ്മുടെ വെച്ചതാണ് കേട്ടോ തൈ. അങ്ങനെ അതിനൊരു കറുവത്തും കൂടി ഞാൻ അറക്കാൻ പറഞ്ഞപ്പോൾ പോയി അറുത്ത് കൊടുന്ന് തന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാം ഓക്കെ ആയി. വെള്ളം എടുത്തു, മുരിങ്ങ എടുത്തു, കറുവത്തും കിട്ടി. അപ്പോൾ ഇന്നത്തെ കാര്യം കുശാലായിട്ടോ. അങ്ങനെ വീടൊക്കെ ഒന്ന് പൂട്ടിയിട്ട് പോട്ടെ. വാതിൽ വെച്ചത് നിങ്ങൾ അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വീട് ഇരുന്നിട്ടൊന്നുമില്ല, എന്നാലും ഫ്രണ്ടിലും ബാക്കിലും ഒരു വാതിൽ വെച്ചു തന്നെ ഉള്ളൂ കേട്ടോ. അടച്ചുറപ്പായില്ലേ. ഈ പട്ടിയും പൂച്ചകളൊക്കെ കയറി ഉള്ളിൽ കിടക്കാട്ടോ. അതുകൊണ്ട് വേഗം വാതിലൊക്കെ വെച്ചതാണ്. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ കറുവത്ത് മുറിച്ചിട്ടുണ്ട്. മുരിങ്ങ ഊരി റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ കറുവത്ത് എന്നാട്ടോ പറയുക. പപ്പായ എന്നും പറയും, ചില നാട്ടിൽ കർമൂസ, പപ്പായ, ഓമക്കായ അങ്ങനെയൊക്കെ പറയും. ഞങ്ങളിവിടെ കറുവത്ത് എന്ന് പറയും കേട്ടോ. എൻ്റെ വീട്ടിൽ പാലക്കാട് പപ്പായ പറയും, പപ്പായ എന്നാട്ടോ പറയുക. അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാട്ടോ. ഒരുപാട് പപ്പായക്ക് ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ പല പേരുമാണ് പല നാട്ടിലല്ലേ. അങ്ങനെ ഇനി ചോറും കൂടി ഞാൻ വേഗം വെച്ചിട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി വന്നപ്പോഴത്തേനും കുറച്ച് സമയം ആയിട്ടോ, ഒരുപാട് നേരമായി. അപ്പോൾ ചോറും കറിയൊക്കെ ആവാനൊക്കെ കുറച്ച് നേരം വൈകിയിരുന്നിട്ടൊന്ന്. അങ്ങനെ മീൻ പൊരിക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇനി മുരിങ്ങയും താളിക്കണം. അപ്പോൾ മുരിങ്ങ താളിപ്പും മീൻ ഫ്രൈയും നല്ല കോമ്പിനേഷൻ കേട്ടോ. കൂടെ തന്നെ നല്ല പപ്പായൻ്റെ പേരിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്, എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിക്കണം. ഇനി നമുക്ക് വൈകുന്നേരം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചോറൊക്കെ 2 നേരത്തിനുള്ളത് ഒന്നിച്ചുകൊണ്ട് കൂട്ടാനും കറിയൊക്കെ ഒന്നിച്ചുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നേരം വൈകി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നിച്ചങ്ങോട്ട് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് പിന്നെ നമുക്ക് ഒന്നും എടുക്കണ്ടല്ലോ. അപ്പോൾ മുരിങ്ങ താളിപ്പിനായിട്ടുള്ള ഉള്ളിയൊക്കെ വാട്ടി, പച്ചമുളകും ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മളെ മുരിങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മളെപ്പോഴും വീഡിയോയിൽ അധികം കാണിക്കുന്നതാണല്ലോ അല്ലേ, മുരിങ്ങ താളിപ്പ്, അതുപോലെ എല്ലാതും. അങ്ങനെ മുരിങ്ങയൊക്കെ ഞാൻ കഞ്ഞിവെള്ളം തിളച്ച് വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മുരിങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെനിക്കൊരു മുട്ട ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കും. നമ്മൾ മുരിങ്ങയും മുട്ടയും കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇല മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മുരിങ്ങാക്കറി റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറുവത്ത് ഉപ്പേരി വെക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും തേങ്ങ ചതക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാ നമ്മളെ നാടൻ വെപ്പാണ് കേട്ടോ കറുവത്ത് വെക്കുമ്പോൾ. അങ്ങനെ വെക്കുമ്പോഴാണ് കറുവത്തിനൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് ആദ്യം വേവിക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഒന്ന് തൂമിച്ചെടുത്താൽ നല്ല ടേസ്റ്റുള്ള കറുവത്ത്
കറുവത്തുപ്പേരി റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതാ വെറും പച്ചമുളക് 2 പച്ചമുളക് കേട്ടോ, ചെറിയ പച്ചമുളകാണെങ്കിലും നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. കാണാൻ ആൾ വലിപ്പമല്ലെങ്കിലും നല്ല സ്ട്രോങ് എരിവായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങ താളിപ്പം റെഡി ആയിട്ടുണ്ട്. മുരിങ്ങ നമ്മൾ താളിക്കുമ്പോൾ ഒരുപാട് തിളപ്പിച്ച് വേവിക്കരുത് കേട്ടോ. ഒരു ഹാഫ് കുക്കാകുമ്പോൾ വാങ്ങി വെക്കുക ചെയ്യണത്. അങ്ങനെ ഇതാ നമ്മുടെ കറുവത്തൊന്ന് വേകട്ടെ. മീനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കഴുകാൻ. അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വേണം വൈകുന്നേരത്ത് പിന്നെ ഇനിയിപ്പോൾ പണികളൊന്നും ഇല്ല കേട്ടോ. ചോറൊക്കെ ഒരുമിച്ച് ഇനിയിപ്പോൾ വൈകിട്ടൊന്നും വെക്കാനില്ല, ചോറൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതാ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. കറുവത്തുപ്പേരി വെന്തിട്ട് പിന്നെ നമുക്കൊന്ന് കടുവറുത്തെടുക്കാം കേട്ടോ. അതിപ്പോൾ ഇനി ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേഗം പോയി അലക്കാണ്ട്, അതുപോലെ നമ്മൾ അകമൊക്കെ ഒന്ന് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ടാകുമല്ലോ. വീട്ടുജോലി അടുക്കള ജോലി കഴിഞ്ഞാൽ തന്നെ വലിയൊരു ജോലി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. രാവിലെ 6 മണിക്ക് ചിലപ്പോൾ 5:30ക്കും ഒക്കെ നിൽക്കണതല്ലേ, ഇങ്ങനെ നിന്ന് ഇരുത്തല്ലല്ലോ നമുക്ക്. ഒരു 3 മണി വരെ നമുക്ക് പണി തന്നെ കേട്ടോ. വീട്ടിലത്തെ ജോലികൾ തീർന്ന് കിട്ടൂലല്ലോ. അപ്പോൾ ഓരോരുത്തർ ഓരോ ടൈമിൽ ഓരോരുത്തർ വന്നിട്ട് ചായ, ചോറ്, വെള്ളം അത് ഇത് പറഞ്ഞിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടു ജോലികളൊന്നും തീർന്നോടം ഉണ്ടാവില്ല. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെച്ച് പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ അത്. പിന്നെ ഞാനും മോന് കളി കഴിഞ്ഞ് വന്നതാട്ടോ. ബാങ്ക് കൊടുത്തേക്കണ്, മഗ്‌രിബ് ബാങ്ക് കൊടുത്തേക്കണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവിടുന്ന് ഒരു 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ നല്ല സൗകര്യമാണ് കേട്ടോ. ടൗണിലൊക്കെ പോകാനും എല്ലാത്തിനും നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങളിവിടെ. പട്ടിക്കാട് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ പട്ടിക്കാടല്ല കേട്ടോ, അതൊരു പേരാണ് പട്ടിക്കാട് എന്ന് കേട്ടോ. അപ്പോൾ സൗകര്യമില്ലാത്ത നാടല്ല, നല്ല അടിപൊളി നാടാണ് ഞങ്ങൾ. എല്ലാം കിട്ടും കേട്ടോ. ഇവിടേക്ക് വന്നാൽ ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതാ വൈകുന്നേരം വന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഹോസ്പിറ്റൽ കേട്ടോ, ചുങ്കത്തത്തെ സിറ്റി ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഇതിനൊക്കെ ഇവിടെ വരാം. ഇപ്പോൾ നല്ല ഡോക്ടർമാരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും ഡോക്ടർമാരുണ്ട്, സ്കിന്നിൻ്റെയും ഗൈനക്കോളജിയും എല്ലാം, ENT എല്ലാം ഡോക്ടർമാരും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മരുന്നൊക്കെ കാണിച്ച് മരുന്ന് വാങ്ങുക കേട്ടോ. ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങുകയാണ്. അപ്പോഴാണ് മോനൊരു അവിൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അവിൽ മിൽക്കിൻ്റെ കട. അപ്പോൾ അങ്ങോട്ട് തന്നെ പോയി. പക്ഷേ ഞാൻ അവിൽ മിൽക്ക് കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് സുഖമില്ലായ്മ കാരണം എനിക്ക് അതിനൊന്നും ഒരു ഇഷ്ടം തോന്നിയില്ല. ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചു കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമ്മളെ മോൻ ഷവർമ്മ വേണമെന്നായി. അങ്ങനെ ഷവർമ്മയും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുക ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷയം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.